കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 622. സൂറത്തുൽ ഇസ്രാ ആയത്തുകൾ 13 മുതൽ 30 വരെ. പേജ് നമ്പർ 981. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وكل إنسان ألزمناه طائره في عنقه ونخرج له يوم القيامة كتابا يلقاه منشورا اقرأ كتابك كفى بنفسك اليوم عليك حسيبا من اهتدى فإنما يهتدي لنفسه ومن ضل فإنما يضل عليها ولا تزر عزرة وزر أخرى وما كنا معذبين حتى نبعث رسولا وإذا أردنا أن نهلك قرية أمرنا متر فيها ففسقوا فيها فحق عليها القول فدمرناها تدميرا وكم أهلكنا من القرون من بعد نوح وكفى بربك بذنوب عباده خبيرا بصيرا من كان يريد العاجلة عجلنا له فيها ما نشاء لمن نريد ثم جعلنا له جهنم يصلاها مذموما مدحورا ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا كلا نمد هؤلاء وهؤلاء من عطاء ربك وما كان عطاء ربك محظورا انظر كيف فضلنا بعضهم على بعض وللآخرة أكبر درجات وأكبر تفضيلا لا تجعل مع الله إلها آخر فتقعد مذموما مخذولا وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا ربكم أعلم بما في نفوسكم إن تكونوا صالحين فإنه كان للأوابين غفورا وآت ذا القربى حقه والمسكين وابن السبيل ولا تبذر تبذيرا إن المبذرين كانوا إخوان الشياطين وكان الشيطان لربه كفورا وإما تعرضن عنهم ابتغاء رحمة من ربك ترجوها فقل لهم قولا ميسورا ولا تجعل يدك مغلولة إلى عنقك ولا تبسطها كل البسط
فتقعد ملوما محسورا إن ربك يبسط الرزق لمن يشاء ويقدر إنه كان بعباده خبيرا بصيرا. ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 623, സൂറത്തുൽ ഇസ്രാ ആയത്ത് 13, പേജ് നമ്പർ 981. വകുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു ഫി ഉനുഖിഹി, ഓരോ മനുഷ്യനും അവൻ്റെ ഭാഗധേയം അവൻ്റെ കഴുത്തിൽ നാം ബന്ധിച്ചിരിക്കുന്നു. ത്വാഇർ എന്ന പദത്തിന് പക്ഷി എന്നാണ് അർത്ഥം. കൂട്ടിൽ നിന്ന് പക്ഷി ഇടത്തോട്ടോ വലത്തോട്ടോ പറക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ശകുനം നോക്കുന്ന പതിവ് അറബികൾക്കിടയിലുണ്ടായിരുന്നു. അങ്ങനെ ശകുനം എന്ന അർത്ഥത്തിലും ഈ പദം പ്രയോഗിച്ചു വന്നു. ഈ വചനം ശകുനത്തിലെ വിശ്വാസത്തെ തള്ളിക്കളയുകയും മനുഷ്യൻ്റെ ഭാഗധേയം അവൻ്റെ കർമ്മഫലമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറ, അന്ത്യനാളിൽ അവന് ഒരു രേഖ നാം പുറത്തെടുത്തു കൊടുക്കുകയും ചെയ്യും. അത് നിവർത്തപ്പെട്ടതായി അവൻ കാണും. മനുഷ്യൻ്റെ പുണ്യപാപങ്ങൾ എഴുതപ്പെട്ട രേഖയെ ആണിവിടെ സൂചിപ്പിക്കുന്നത്. ആയത്ത് 14. ഇഖ്റ കിതാബക, നീ നിന്റെ രേഖ നീ വായിക്കുക എന്ന് അവനോട് പറയപ്പെടും. കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബ, നിന്നെപ്പറ്റി കണക്ക് നോക്കുന്നവനായി ഇന്ന് നീ സ്വന്തം മതി. കർമ്മങ്ങളുടെ രേഖ വായിച്ചു നോക്കിയാൽ തന്നെ ശിക്ഷിക്കപ്പെടുമോ ഇല്ലയോ എന്ന് സ്വയം വ്യക്തമാകും. ആയത്ത് 15. ഏതൊരുവൻ നേർമാർഗം സ്വീകരിച്ചുവോ തനിക്ക് വേണ്ടി തന്നെയാണ് അവൻ നേർമാർഗം സ്വീകരിക്കുന്നത്. ഏതൊരുവൻ വഴിപിഴച്ചു പോകുന്നുവോ തനിക്ക് ദോഷമായിട്ട് തന്നെയാണ് അവൻ വഴിപിഴച്ചു പോകുന്നത്. പാപഭാരം ചുമക്കുന്ന ഒരാളും മറ്റൊരാളുടെ പാപഭാരം ചുമക്കുകയില്ല. പേജ് 982. ഒരു റസൂലിനെ നിയോഗിക്കുന്നതുവരെ നാം ശിക്ഷിക്കുന്നവരായിട്ടില്ല. റസൂലിനെ അയച്ച് സത്യം തെളിയിച്ചു കൊടുത്ത് മുന്നറിയിപ്പ് നൽകിയതിന് ശേഷം മാത്രമേ ധിക്കാരികളെ ശിക്ഷിക്കുകയുണ്ടായിട്ടുള്ളൂ. ആയത്ത് 16. ഒരു നാട് നശിപ്പിക്കുവാൻ നാം ഉദ്ദേശിക്കുമ്പോൾ അമർന മുത്രഫിഹ, അവിടെയുള്ള സുഖലോലുപരോട് നാം കൽപ്പിക്കും. ഫഫസഖു ഫിഹ, അപ്പോൾ അവർ അവിടെ താന്തോന്നിത്തം ചെയ്യും. ഫഹഖ അലൈഹൽ ഖൗൽ, അപ്പോൾ ആ നാട്ടിൻ്റെ മേൽ വാക്ക് സ്ഥിരപ്പെട്ടു. അതോടെ അല്ലാഹുവിൻ്റെ നിയമപ്രകാരം അവർ ശിക്ഷയ്ക്ക് അവകാശികളായിത്തീരും. പൊതുവായ ഒരു ശിക്ഷ വരുന്നത് എങ്ങനെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ഒരു സമൂഹത്തിലെ സുഖലോലുപന്മാർ ഒന്നായി അക്രമത്തിലും തോന്യാസത്തിലും മുഴുകിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ജീവിക്കാൻ അർഹതയില്ല. അവരെ ഒന്നാകെ അള്ളാഹു നശിപ്പിക്കും. പല സമൂഹങ്ങളെയും അപ്രകാരം നശിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ആ നാടിനെ നാം സർവത്ര നശിപ്പിക്കും. ആയത്ത് 17. അങ്ങനെ നൂഹിന് ശേഷം എത്രയെത്ര തലമുറകളെയാണ് നാം നശിപ്പിച്ചിട്ടുള്ളത്. അടിമകളുടെ പാപങ്ങളെ സംബന്ധിച്ച് സസൂക്ഷ്മം അറിയുന്നവനും കാണുന്നവനുമായി നിന്റെ റബ്ബ് തന്നെ ധാരാളം മതി. ആയത്ത് 18. മൻ കാന യുരീദുൽ ആജിലത, താൽക്കാലിക ജീവിതത്തെ ആരെങ്കിലും ഉദ്ദേശിക്കുന്ന പക്ഷം അജ്ജൽനാ ലഹു ഫിഹാ മാ നശാഉ ലിമൻ നുരീദു, നാം ഉദ്ദേശിക്കുന്നവർക്ക് തൽക്കാലം നാം കൊടുക്കുന്നതാകുന്നു. അവരുദ്ദേശിക്കുന്നതെല്ലാം കൊടുക്കുകയില്ല, നാം ഉദ്ദേശിക്കുന്നത് മാത്രം കൊടുക്കും. എല്ലാവർക്കും കൊടുക്കുകയില്ല, നാം ഉദ്ദേശിക്കുന്നവർക്ക് മാത്രം കൊടുക്കും. അപ്പോൾ അവരുടെ ഉദ്ദേശ്യത്തിൻ്റെ നന്മതിന്മകൾ അവർ അനുഭവിക്കുമെന്ന് മാത്രം, യാതൊരു വ്യത്യാസവും ഉണ്ടാവുകയില്ല. അതിനാൽ ദുനിയാവിൻ്റെ മോഹം നിമിത്തം അള്ളാഹുവിൻ്റെ നിയമം ലംഘിക്കുന്നത് പാപം വർദ്ധിക്കാനല്ലാതെ യാതൊന്നിനും ഉതകുകയില്ല. സുമ്മ ജഅൽനാ ലഹു ജഹന്നമ, പിന്നെ അവന് നാം നരകത്തെ ഏർപ്പെടുത്തി കൊടുക്കും. പേജ് 983. യസ്സുലഹ മദ്മൂമം മദ്ഹൂറ, ആക്ഷേപിക്കപ്പെട്ടവനായും അട്ടപ്പെട്ടവനായും അവൻ നരകത്തിൽ കടന്ന് കത്തിക്കാളുന്നതാകുന്നു. ആത്യന്തികമായ ലക്ഷ്യം ഭൗതിക നേട്ടങ്ങളായാൽ പരലോകത്ത് നരകം തീർച്ചയാണ്. എന്തിനു വേണ്ടിയാണോ പ്രയത്നിച്ചത് അത് ഇവിടെ കിട്ടിയെന്നും ഇല്ലെന്നും വരാം. ഭൗതിക ലോകത്തെ എന്തു തരത്തിലുള്ള നേട്ടം ലക്ഷ്യം വെക്കുന്നതായാലും പരലോകത്ത് നഷ്ടമായിരിക്കും.
നോമ്പ് ആരോഗ്യത്തിന് നല്ലതാണ്. ആരോഗ്യം നൽകണമെന്ന് ഉദ്ദേശിച്ച് നോമ്പനുഷ്ഠിച്ചാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലമില്ല. ഏതൊരു കർമ്മവും അങ്ങനെ തന്നെ. അനുഷ്ഠാന കർമ്മങ്ങൾക്ക് ഭൗതികമായ ഫലം ഉണ്ടാകാം, എന്നാൽ അത് ഉദ്ദേശിക്കാനോ ലക്ഷ്യമാക്കാനോ പാടില്ല. ഉദ്ദേശ്യവും ലക്ഷ്യവും പരലോകത്തിലെ പ്രതിഫലം മാത്രം. ആയത്ത് 19. വമൻ അറാദൽ ആഖിറത, ഏതൊരുത്തൻ പരലോകത്തെ ഉദ്ദേശിക്കുന്നുവോ, വസഅ ലഹാ സഅയഹ, പരലോകത്തിന് വേണ്ടി പരലോകത്തിൻ്റെ പ്രയത്നം നടത്തുകയും ചെയ്തുവോ, വഹുവ മുഅ്മിനുൻ, അവൻ വിശ്വാസിയായിരിക്കുന്ന അവസ്ഥയിൽ, ഫഉലൈക കാന സഅയുഹും മഷ്കൂറ, അപ്പോൾ അവരുടെ പ്രയത്നം നന്ദിപൂർവ്വം സ്വീകരിക്കപ്പെടുന്നതായിരിക്കും. പരലോകത്തെ ആഗ്രഹിക്കുന്നവർ അതിനുവേണ്ടി പ്രയത്നിക്കണം. ഇന്നിൻ്റെ പ്രയത്നങ്ങളാണ് അതിനു വേണ്ടി ചെയ്യേണ്ടതെന്ന് നിർണയമുണ്ടല്ലോ, അത് തന്നെ ചെയ്യണം. ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും പിൻബലമുള്ള കാര്യങ്ങളായിരിക്കണം. അല്ലാത്തതൊക്കെ ദുർമാർഗമാണെന്ന് അത് സുപ്രധാനമാണ്. അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിച്ചുകൊണ്ട് ഭയഭക്തിയോടുകൂടിയും തന്നെ ചെയ്യണം. എന്നാൽ അത് ശരിക്ക് കണക്കിലെടുക്കപ്പെടുന്നതാകുന്നു. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് പരലോകത്തിലേക്ക് വേണ്ടിയുള്ള പ്രയത്നം ഭയഭക്തിയില്ലാതെ, സ്വർഗത്തെ ആഗ്രഹിക്കുകയും നരകത്തെ ഭയപ്പെടുകയും ചെയ്യാതെ ആയാൽ യാതൊരു ഫലവുമില്ല എന്ന് ഇവിടെ ശരിക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ അവിടെ അദൃശ്യമായ മാർഗത്തിൽ ഗുണം ആശിക്കലും ദോഷം ഭയപ്പെടലും വന്നു. അതാണ് ഇബാദത്ത്. ഇബാദത്തിൻ്റെ കാമ്പ് ഈ വിശ്വാസമാണ്. ഇതിനെയാണ് പലരും നിഷേധിക്കുന്നത്. പരലോക വിശ്വാസമില്ലാതെ പൊതുജന സേവനവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തുന്നവരുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ പുണ്യകർമ്മങ്ങളല്ല, അതായത് പരലോകത്ത് പ്രതിഫലം ലഭിക്കില്ലെന്നർത്ഥം. ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 624, സൂറത്തുൽ ഇസ്രാ ആയത്ത് 20, പേജ് നമ്പർ 983. കുല്ലൻ നുമിദ്ദു ഹൗലാഇ വഹൗലാഇ മിൻ അത്വാഇ റബ്ബിക്, എല്ലാവരെയും, ദുനിയാവിനെ ഉദ്ദേശിക്കുന്ന ബ്രാക്കറ്റിൽ അവരെയും, അതായത് പരലോകത്ത് ഉദ്ദേശിക്കുന്ന ബ്രാക്കറ്റിലുണ്ട്, ഇവരെയും, എല്ലാവരെയും, അവരെയും ഇവരെയും നിന്റെ റബ്ബിൻ്റെ ഔദാര്യത്തിൽ നാം സഹായിക്കുന്നതാണ്. വമാ കാന അത്വാഉ റബ്ബിക മഹ്ദൂറ, നിന്റെ റബ്ബിൻ്റെ ഔദാര്യം ആർക്കും വിലക്കപ്പെട്ടതല്ല. ആവശ്യപ്പെടുന്നവർക്ക് കൊടുക്കും. പരലോകത്തെ ഉദ്ദേശിക്കുന്നവർക്ക് തൃപ്തിയോടെ കൊടുക്കും. ഇഹലോകത്തെ ഉദ്ദേശിക്കുന്നവർക്കും കൊടുക്കും. കൊടുക്കൽ വ്യാപകം. അവൻ ഇച്ഛിക്കുന്ന രൂപത്തിലാണ് കൊടുക്കുക. അവിശ്വാസികൾക്കും നിഷേധികൾക്കും ധിക്കാരികൾക്കും കൊടുക്കും. അതവർക്ക് തന്നെ വിനയായി ഭവിക്കും ഇരുലോകത്തും. പേജ് നമ്പർ 984, ആയത്ത് 21. നോക്കുക, ചിലർക്ക് ചിലരെക്കാൾ കൂടുതൽ മെച്ചം നൽകിയത് എങ്ങനെയെന്ന്. വലൽ ആഖിറതു അക്ബറു ദറജാത്തിൻ, സത്യമായും പരലോകം വളരെ വലിയ പദവികളുള്ളതും, അക്ബറു തഫ്ദീല, ഏറ്റവും വലിയ ഉത്കൃഷ്ടതയുള്ളതുമാകുന്നു. പരലോകവും ഇഹലോകവും തമ്മിലുള്ള വ്യത്യാസത്തെപ്പറ്റി സ്വഹീഹായ ഹദീസിൽ വിരൽ സമുദ്രത്തിൽ മുക്കിയെടുത്താൽ വിരലിൽ കിട്ടുന്ന വെള്ളവും സമുദ്രത്തിലെ വെള്ളവും തമ്മിൽ എന്ന പോലെ ആകുന്നു എന്ന് വന്നിട്ടുണ്ട്. സുഖവും അങ്ങനെ തന്നെ, ദുഃഖവും അങ്ങനെ തന്നെ. സ്വർഗത്തിലെ കട്ടിലുകൾ സ്വർണ്ണനൂൽ വരിഞ്ഞുണ്ടാക്കിയതാണ്. നരകത്തിലാണെങ്കിൽ തീയിൻ്റെ വെത്തയും തീയിൻ്റെ പുതപ്പുമാണ്. കുടിക്കാൻ തീവെള്ളവും കുടലിനെ തുണ്ടം തുണ്ടമാക്കുന്ന തീവെള്ളം. ആയത്ത് 22. ലാ തജ്അൽ മഅല്ലാഹി ഇലാഹൻ ആഖറ, അള്ളാഹുവിനോടുകൂടെ മറ്റൊരാരാധ്യനെ നീ സ്വീകരിക്കരുത്. ഫതഖഉദ മദ്മൂമൻ മഖ്ദൂല, അപ്പോൾ നീ ആക്ഷേപിക്കപ്പെട്ടവനും കൈവിടപ്പെട്ടവനുമായി ഇരുന്നു പോകും. ചില ആളുകൾ യാ മുഹമ്മദ് യാ അല്ലാഹ് എന്ന് എഴുതി വെച്ചത് കാണാറുണ്ട്. അത് അള്ളാഹുവിനോടുകൂടെ മറ്റൊരു ഇലാഹിനെ സ്വീകരിക്കലാകുന്നു. ഇലാഹി എന്ന പദത്തിന് ആരാധനക്കർഹൻ എന്നാണ് അർത്ഥം. പ്രാർത്ഥനയാണ് ആരാധന എന്ന് പ്രവാചകൻ പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. വേറെ ആരോടും ഒരിക്കലും പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് വന്നു. യാ അല്ലാഹ് എന്നത് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ്. യാ മുഹമ്മദ് എന്നത് നബിയോടുള്ള പ്രാർത്ഥനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിച്ചാലും ശിർക്ക് തന്നെ. ആളുകളുടെ വിവരക്കേട് ഭയങ്കരം തന്നെ. മക്കാ മുശ്രിക്കുകൾ ലാത്ത മുതലായ വിഗ്രഹങ്ങളെ ഇലാഹാക്കിയത് ഏത് അർത്ഥത്തിലാണ് എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അപ്പോൾ കാര്യം മനസ്സിലാകും. അതായത് ഇവിടെ യാ മുഹമ്മദ് എന്ന് പറയുക എന്ന് മാത്രമാവില്ല ഉദ്ദേശ്യം. പ്രാർത്ഥനയോടുകൂടിയാണല്ലോ, പ്രാർത്ഥനാ മനസ്സോടുകൂടിയാണല്ലോ യാ അല്ലാഹ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ അതിന് കൊടുത്ത് തന്നെ യാ മുഹമ്മദ് എന്ന് വിളിക്കുമ്പോൾ അവിടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ കേൾക്കുകയും എൻ്റെ കാര്യത്തിൽ ഇടപെടുകയും ചെയ്യും എന്ന ഒരു ഉദ്ദേശത്തിലാണല്ലോ അയാളത് ചെയ്യുന്നത്. അതല്ലാതെ അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്നൊക്കെ സലാം പറയുമ്പോൾ
റസൂലുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്യുന്ന രൂപമുണ്ട്. അതുകൊണ്ട് അത് ഷറാക്കപ്പെട്ടതല്ല എന്ന് വരില്ല, അത് പ്രത്യേകം മനസ്സിലാക്കണം. പക്ഷേ യാ മുഹമ്മദ് അത്തരം സലാമുകളിലും വരുന്നില്ല, യാ റസൂലല്ലാഹ് എന്നാണ് വരാറ്. അപ്പോൾ യാ മുഹമ്മദ് എന്നത് ഇവിടെ പ്രാർത്ഥനാ രൂപത്തിലാണ്. യാ അല്ലാഹ് എന്ന് വിളിക്കുന്ന ആ ഒരു സെൻസിൽ അതിൻ്റെ കൂടെ തന്നെ യാ മുഹമ്മദ് എന്ന് പറയുമ്പോൾ എൻ്റെ കാര്യങ്ങൾ നിവർത്തിച്ചു തരുന്നത് അള്ളാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടിയാണ് എന്ന് അവിടെ ശിർക്ക് വരുന്നു എന്നതാണ്. മാഷ അള്ളാഹ് ഒമാഷ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവും റസൂലും ഉദ്ദേശിച്ചത്, അള്ളാഹു മുഹമ്മദ് ഉദ്ദേശിച്ചത് അങ്ങനെ പറയുന്നതിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കി. നീ എന്നെ അള്ളാഹു നിദ്ദാക്കിയോ സമനാക്കിയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത് ഇതോടൊപ്പം ചേർത്ത് വായിക്കാം. ആയത്ത് 23. വഖദാ റബ്ബുക, നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു, അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു, അവനെയല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് എന്ന്. അള്ളാഹുവോടല്ലാതെ നിങ്ങൾ പ്രാർത്ഥിക്കരുത്, അവനോടല്ലാതെ പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ ചെയ്യരുത്. മറ്റു വല്ലവരോടും പ്രാർത്ഥിക്കുകയോ പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്താൽ തെറ്റിപ്പോയി. അള്ളാഹുവിനെയല്ലാതെ നിങ്ങൾ അനുസരിക്കരുതെന്നും അള്ളാഹുവിനല്ലാതെ നിങ്ങൾ അടിമപ്പെടരുതെന്നും ഇവിടെ ചിലർ അർത്ഥം കൂട്ടി പറയാറുണ്ട്. അവർ ഇസ്ലാമിൻ്റെ അടിസ്ഥാനം മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. ആ അർത്ഥപ്രകാരം മറ്റാരെങ്കിലും അനുസരിച്ചാൽ, അതുപോലെ മറ്റാർക്കെങ്കിലും അടിമവേല ചെയ്താൽ കാഫിറായി പോകുമെന്ന് വരുമല്ലോ. ഇസ്ലാമിൽ അങ്ങനെയല്ല, ഇല്ല. പലരെയും അനുസരിക്കുവാൻ അള്ളാഹു നിർബന്ധമായി കൽപ്പിച്ചിട്ടുണ്ട്. അനുസരിച്ചാലേ മനുഷ്യൻ മുസ്ലിം ആവുകയുള്ളൂ എന്ന വിധമുള്ളത് പ്രവാചകനെ അനുസരിക്കലാണത്. അനുസരിച്ചാലേ മനുഷ്യൻ നല്ലവനാവുകയുള്ളൂ എന്ന തരവുമുണ്ട്. മാതാപിതാക്കളെയും മുസ്ലിം ഭരണാധികാരികളെയും അനുസരിക്കലാണത്. പിന്നെ നിഷിദ്ധമല്ലാത്ത കാര്യങ്ങളിൽ പരസ്പരം അനുസരിക്കൽ അള്ളാഹു അനുവദിച്ചതുമാണ്. അനുസരണം അള്ളാഹുവിന് മാത്രം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അതിനാൽ അള്ളാഹുവിന് മാത്രം ആക്കേണ്ടതായ ഇബാദത്തിന് അനുസരണമെന്നർത്ഥമാക്കൽ മഹത്തെറ്റാകുന്നു. നിരുപാധികമെന്ന് കൂട്ടിച്ചേർത്തിട്ടും കാര്യമില്ല. കാരണം മുഹമ്മദ് നബിയോടുള്ള അനുസരണം നിരുപാധികമാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കൽപ്പിച്ചാൽ കാരണവും തെളിവും ചോദിക്കുകയോ എതിരഭിപ്രായം പറയുകയോ ഒന്നും പാടില്ല. കൽപ്പനയുണ്ടായാൽ കണ്ണടച്ച് അനുസരിക്കുക തന്നെ. അതാണ് ഷഹാദത്ത് കലിമയുടെ താല്പര്യം. ഈ നിലയിൽ അനുസരിക്കാൻ തയ്യാറില്ലാത്തവൻ മുസ്ലിമല്ല. അതുപോലെ തന്നെ അടിമത്വം എന്ന അർത്ഥവും ഇവിടെ ശരിയല്ല. കാരണം അടിമത്വവും ഈമാനും തമ്മിൽ വൈരുദ്ധ്യമില്ല. ഇസ്ലാമിൽ അടിമത്വം നിരോധിച്ചിട്ടില്ല. പരിശുദ്ധ ഖുർആനിൽ അതിലേക്കുള്ള തെളിവുകൾ ധാരാളമുണ്ട്. ഇതിനു പുറമെ അടിമത്തം എന്ന് ഇബാദത്തിന് അർത്ഥം വെക്കുമ്പോൾ അബദ എന്ന ക്രിയാപദം അകർമ്മകമായി മാറും. യഥാർത്ഥത്തിൽ അത് സകർമ്മകമാണ്. ഖുർആനിലോ ഹദീസിലോ സാഹിത്യത്തിലോ സകർമ്മകമായിട്ടല്ലാതെ ആ പദം വന്നിട്ടില്ല. അടിമപ്പെട്ടു എന്ന അർത്ഥത്തിൽ ഒരു പദം വേറെയുണ്ട്, അബുദ എന്നാണത്. ഇത് വേർതിരിച്ചറിയേണ്ട ഒരു പ്രധാന വിഷയമാണ്. അതറിയാത്തത് കൊണ്ട് പലരും അബദ്ധം പറഞ്ഞു പോയിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ ഒന്നിലധികം അർത്ഥമുള്ള പദങ്ങൾക്ക് അതത് സ്ഥലത്ത് യോജിക്കുന്ന അർത്ഥമേതെന്ന് നോക്കി അത് മാത്രം വെക്കുകയല്ലാതെ എല്ലാ അർത്ഥങ്ങളും കൂടി കണക്കിലെടുക്കണമെന്ന് ലോകത്താരും പറഞ്ഞിട്ടില്ല. മൗലാന മൗദൂദി മാത്രമാണ് ഫാത്തിഹയിൽ ഈ അബദ്ധം പറഞ്ഞിട്ടുള്ളത്. അതും ഈ ഒരു സ്ഥലത്ത് മാത്രം, വേറെ എവിടെയും അദ്ദേഹവും പറഞ്ഞിട്ടില്ല. മഹാത്ഭുതം തന്നെ. അതായത് ആത്യന്തികമായിട്ടുള്ള ത്വാഅത്ത്, വഴിപ്പെടൽ, ആത്യന്തികമായിട്ടുള്ള അടിമത്തം, ഇതൊക്കെ അള്ളാഹുവിന് തന്നെ പറ്റുള്ളൂ. അള്ളാഹുവിനുള്ള അടിമത്തവും അള്ളാഹുവിനുള്ള ത്വാഅത്തും അവനുള്ള ഇബാദത്ത് തന്നെയാണ്. പക്ഷേ ത്വാഅത്ത് നമ്മൾ പലതരത്തിൽ നമ്മൾ റോഡ് നിയമങ്ങൾ അനുസരിക്കുന്നു, ഗവൺമെൻറ്റിനെ അനുസരിക്കുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് എതിരായിട്ടല്ലാത്ത കാര്യങ്ങളിൽ, ശിർക്ക് വരാത്ത രൂപത്തിലുള്ള കാര്യങ്ങളിൽ നമുക്ക് അനുസരിക്കുന്നതിൽ പ്രശ്നമില്ല. അപ്പം മാതാപിതാക്കളോ അനുസരിക്കണം, പക്ഷേ ഷിർക്ക് ചെയ്യാൻ അവർ കൽപ്പിച്ചാൽ അവരനുസരിക്കാൻ പാടില്ല. അപ്പോൾ മാതാപിതാക്കൾ അനുസരിക്കണം, പക്ഷേ ഷിർക്ക് ചെയ്യാൻ അവർ കൽപ്പിച്ചാൽ അവരനുസരിക്കാൻ പാടില്ല. അത് അനുവദനീയം അല്ല. ഇനി വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുവാനും റബ്ബ് വിധിച്ചു. ഇമ്മ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ, നിന്റെ അടുക്കൽ അവരിലൊരാൾ അല്ലെങ്കിൽ അവർ രണ്ടാളും വാർദ്ധക്യം പ്രാപിക്കുന്ന പക്ഷം ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, ഛേ എന്ന് അവരോട് നീ പറയരുത്. വലാ തൻഹർഹുമാ, അവരിരുവരോടും നീ കയർക്കരുത്. വഖുൽ ലഹുമാ ഖൗലൻ കരീമ, അവരിരുവരോടും മാന്യതയുള്ള വാക്ക് നീ പറയുകയും ചെയ്യുക. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 625, സൂറത്തുൽ ഇസ്രാ ആയത്ത് 24.
പേജ് നമ്പർ 985. വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ. അവർക്ക് വേണ്ടി കാരുണ്യത്താലുള്ള എളിമയുടെ ചിറക് നീ താഴ്ത്തി കൊടുക്കുകയും ചെയ്യുക. നീ അവരോട് അങ്ങേയറ്റം വിനയവും താഴ്മയും കാണിക്കുക. പ്രായം വർദ്ധിക്കും തോറും അവരുടെ സ്ഥിതി മാറിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് നീ താഴ്ന്നു കൊടുക്കണം. നിന്റെ മനസ്സിൽ അല്പമെങ്കിലും വെറുപ്പുണ്ടാകരുത്. ആളുകളുടെ ആക്ഷേപത്തെ ഭയന്നിട്ടോ മറ്റോ ആയിപ്പോകരുത്. അത് നിന്റെ കൃപ കൊണ്ട് തന്നെ ആയിരിക്കണം. കാരുണ്യത്തിൻ്റെ ചിറക് താഴ്ത്തണമെന്ന ആലങ്കാരിക പ്രയോഗം ഏറെ അർത്ഥപൂർണ്ണമാകുന്നു. തള്ളപ്പക്ഷി കുഞ്ഞുങ്ങളെ ചിറകിനുള്ളിൽ ഒതുക്കി സംരക്ഷിക്കുന്നത് പോലെ നിന്റെ കാരുണ്യ ചിറകിനുള്ളിൽ നിന്റെ മാതാപിതാക്കൾ സുരക്ഷിതരും നിർഭയരുമായിരിക്കണം. വൃദ്ധജനങ്ങളുടെ പ്രശ്നം ആധുനിക ലോകത്ത് വലിയൊരു വിഷമ പ്രശ്നമായി വളർന്നിരിക്കുന്നു. ഒരു പരിഹാരമായി പറഞ്ഞു വരുന്നത് വൃദ്ധസദനങ്ങളാണ്. കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്ന് അണുകുടുംബത്തിലേക്കുള്ള മാറ്റം ബന്ധങ്ങളെയും കടപ്പാടുകളെയും തകർത്തിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഞാനും എൻ്റെ ഭാര്യയും മക്കളും മാത്രം എന്നതിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണെന്ന് പേജ് നമ്പർ 986. വൃദ്ധരായ മാതാപിതാക്കൾ ആരോരുമില്ലാതെ നട്ടം തിരിയുന്നു. ഈ നട്ടം തിരിയലിനും മെച്ചം വൃദ്ധസദനമാണെന്ന് കരുതി അവർ അങ്ങോട്ട് പോവുകയാണ്. ഖുർആൻ ആഹ്വാനം ചെയ്യുന്നത് മാതാപിതാക്കളെ മക്കൾ തന്നെ സംരക്ഷിക്കണമെന്ന് തന്നെയാണ്. തൗഹീദ് കഴിഞ്ഞാൽ അടുത്ത ബാധ്യത ഇക്കാര്യമാണെന്ന് ഖുർആൻ വ്യക്തമാക്കുന്നു. വഖുർ റബ്ബി റിഹംഹുമാ കമാ റബ്ബയാനി സഗീറ. എൻ്റെ രക്ഷിതാവേ, ഞാൻ കുട്ടിയായിരുന്നപ്പോൾ അവരിരുവരും എന്നെ പോറ്റി വളർത്തിയതുപോലെ അവർക്ക് നീ കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുക. നിന്റെ കുട്ടിക്കാലത്ത് അവർ നിന്നോട് പെരുമാറിയിരുന്നത് എങ്ങനെയെന്ന് ആലോചിക്കുക. അപ്പോൾ നിനക്ക് ബോധ്യമാകും അവരുടെ കൃപക്ക് സമമായി അവരോട് കൃപ കാണിക്കാൻ നിനക്ക് സാധ്യമല്ലെന്ന്. അതുകൊണ്ട് അവർ ചെയ്തതുപോലെ അവർക്ക് കരുണ ചെയ്യുവാൻ റബ്ബിനോട് പ്രാർത്ഥിക്കുക. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഏതാനും ഹദീസുകൾ ഉദ്ധരിക്കുന്നു. 1. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ പ്രവാചകനോട് ചോദിച്ചു, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഏതാകുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കലാണ്. ഞാൻ ചോദിച്ചു, പിന്നെ ഏതാണ്? അവിടുന്ന് പറഞ്ഞു, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലാണ്. ഞാൻ ചോദിച്ചു, പിന്നെ ഏതാണ്? അവിടുന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യലാണ്. ബുഖാരി 5970, മുസ്ലിം 262. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാളെയോ രണ്ടാളെയും തന്നെയോ അവരുടെ വാർദ്ധക്യകാലത്ത് തനിക്ക് കിട്ടിയിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കാത്തവൻ നിന്ദ്യനാണ്. മുസ്ലിം 6674. 3. അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മഹാപാപങ്ങൾ അള്ളാഹുവിനോട് പങ്കുചേർക്കലും മാതാപിതാക്കളെ വെറുപ്പിക്കലും ആളക്കൊല്ലലും കള്ളസത്യം ചെയ്യലുമാകുന്നു. മുസ്ലിം 269. പിതാവിനേക്കാൾ കടപ്പാട് മാതാവിനോടാണ് എന്നും ഹദീസിൽ കാണാം. മുസ്ലിം 66-64. ആയത്ത് 25. റബ്ബുക്കും അഅലമു ബിമാ ഫീ നുഫൂസിക്കും. നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ മനസ്സിലുള്ളത് ഏറ്റവും അറിയുന്നവനാകുന്നു. ഇൻ തകൂനു സ്വാലിഹീൻ, നിങ്ങൾ നല്ലവരാകുന്ന പക്ഷം. ഫഇന്നഹു കാന ലിൽ അവ്വാബീന ഗഫൂറ. അപ്പോൾ നിശ്ചയമായും അള്ളാഹു ഖേദിച്ച് മടങ്ങുന്നവർക്ക് വളരെയധികം പുറത്തു കൊടുക്കുന്നവനത്രേ. എന്ത് തെറ്റ് ചെയ്തു പോയാലും കുറ്റം സമ്മതിക്കുകയും ഖേദിച്ച് മടങ്ങുകയും മേലിൽ സൂക്ഷിച്ചു കൊള്ളാമെന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്താൽ അള്ളാഹു പുറത്തു കൊടുക്കും തീർച്ച. ആയത്ത് 26. കുടുംബ ബന്ധമുള്ളവനും അഗതിക്കും വഴിയാത്രക്കാരനും അവരുടെ അവകാശം നീ കൊടുക്കുക. ബന്ധുവിൻ്റെ അവകാശം കൊടുക്കുക എന്നത് നാനാവിധത്തിൽ കുടുംബ ബന്ധം പുലർത്തലും അവരുടെ തെറ്റുകൾ മാപ്പ് ചെയ്തു കൊടുക്കലും അവർ ദരിദ്രന്മാരാണെങ്കിൽ കഴിയും വിധം സഹായിക്കലുമാകുന്നു. അതിനെപ്പറ്റി അവകാശം എന്ന് പറഞ്ഞത് ഇതെല്ലാം ശരിക്ക് പാലിച്ചവൻ തൻ്റെ കടമ നിറവേറ്റി എന്നല്ലാതെ താൻ വലിയ സേവനം ചെയ്തു എന്ന് അഭിമാനിക്കരുതെന്ന് ഉണർത്തുവാനാണ്. അഗതിക്കും വഴിയാത്രക്കാരനും അവകാശം കൊടുക്കാൻ പറഞ്ഞതും ഇതുപോലെ തന്നെയാണ്. പേജ് നമ്പർ 987. വലാ തുബദ്ദിർ തബ്ദീറ. നീ ദുർവ്യയം ഒരിക്കലും ചെയ്യുകയും അരുത്. ആയത്ത് 27. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. നിശ്ചയമായും ദുർവ്യയം ചെയ്യുന്നവർ പിശാചിൻ്റെ സഹോദരന്മാരാകുന്നു. വകാന ശൈത്വാനു ലിറബ്ബിഹി ഗഫൂറ. പിശാച് അവൻ്റെ റബ്ബിനോട് വളരെ നന്ദി കെട്ടവനാണ്. ഏത് രംഗത്തും ആവശ്യത്തിന് മാത്രം ചെലവഴിക്കുക എന്നാണ് കൽപ്പന. അമിതമായ ഉപഭോഗം വലിയൊരു പ്രശ്നം തന്നെയാണ്. ആഹാരം, വസ്ത്രം, പാർപ്പിടം എന്നീ രംഗങ്ങളിൽ അനാവശ്യമായി ചെലവഴിക്കപ്പെടുന്നത് മാത്രം മതി ലോകത്തുള്ള പട്ടിണിയും ദരിദ്രവും പരിഹരിക്കാൻ. സമ്പന്ന രാജ്യങ്ങളിൽ വ്യക്തികളും കുടുംബങ്ങളും സമൂഹങ്ങളും നശിപ്പിക്കുന്ന ഭക്ഷണങ്ങളും ഉടയാടകളും എത്രയാണ്. ആവശ്യത്തിൽ കവിഞ്ഞ് ഒരു രംഗത്തും ചിലവിടരുതെന്നാണ് ഇസ്ലാം അനുശാസിക്കുന്നത്. ആഡംബരങ്ങൾക്കും അനാവശ്യങ്ങൾക്കുമായി മനുഷ്യർ ചിലവിടുന്നത് എത്രയാണ്. ആയത്ത് 28.
നിന്റെ റബ്ബിൻ്റെ പക്കൽ നിന്നുള്ള കാരുണ്യം പ്രതീക്ഷിച്ച് അവരിൽ നിന്ന് നീ പിൻവാങ്ങുന്ന പക്ഷം, അഗതികൾക്ക് കൊടുക്കാനൊന്നുമില്ലാതെ വിഷമം തോന്നുകയും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ വല്ലതും വരുന്നത് പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന പക്ഷം ഫഖുൽ ലഹും ഖൗലൻ മൈസൂറ, അവരോട് സൗമ്യമായ വാക്ക് പറയുക, അവരുടെ മനസ്സിനെ സമാധാനിപ്പിക്കുന്ന വിധത്തിലുള്ള നല്ല വാക്ക് അവരോട് പറയുക. ഇപ്പോൾ തരാനൊന്നുമില്ല, പിന്നീട് എന്തെങ്കിലും തരാം എന്നോ മറ്റോ പറയുക. പരുഷമായും ആക്ഷേപമായും ഒന്നും പറയരുത്. ആയത്ത് 29. വലാ തജ്അൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക, നിന്റെ കൈ നിന്റെ കഴുത്തിലേക്ക് ചേർത്ത് ആമം വെക്കപ്പെട്ടതാകരുത്. വലാ തബ്സുതുഹാ കുല്ലൽ ബസ്തി ഫതഖഉദ മലൂമൻ മഹ്സൂറ, അപ്പോൾ അതിനെ സർവത്ര നീട്ടുകയും അരുത്, അപ്പോൾ ആക്ഷേപിക്കപ്പെട്ടവനായും കൈ വലഞ്ഞവനായും നീ ഇരുന്നു പോകും. ഒട്ടും ധർമ്മം കൊടുക്കാതെ സ്വന്തം ആവശ്യങ്ങൾ പോലും നിർവഹിക്കാതെ പിശുക്കനായി പോവുകയും അരുത്. കണക്കിലധികം ചിലവഴിച്ച് അമിതമായി പോവുകയും അരുത്. പിശുക്കനായി പോയാൽ പടച്ചവനും പടപ്പുകളും ആക്ഷേപിക്കും. അമിതവ്യയം ചെയ്താൽ കൈ വരഞ്ഞവനായിത്തീരും. ആവശ്യത്തിൽ കവിഞ്ഞ് അമിതമാകരുത്, ആവശ്യത്തിൽ കുറഞ്ഞു പോകാനും പാടില്ല. മിതവ്യയമാണ് വേണ്ടത്. ആയത്ത് 30. ഇന്ന റബ്ബക യബ്സുതു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ, നിശ്ചയമായും നിന്റെ റബ്ബ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവനം വിശാലമാക്കുന്നു, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഞെരുക്കമുണ്ടാക്കുകയും ചെയ്യുന്നു. പേജ് നമ്പർ 988. ചിലർക്ക് കൂടുതലായും ചിലർക്ക് കുറവായും കൊടുക്കുന്നത് സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ ന്യായമായ വ്യവസ്ഥയുണ്ട്. അതിനെപ്പറ്റിയാണ് ഉദ്ദേശ്യം എന്ന് പറഞ്ഞത്. അതനുസരിച്ച് അവൻ എല്ലാം നിയന്ത്രിക്കുന്നു. ഇന്നഹു കാന ബിഇബാദിഹി ഖബീറൻ ബസീറ, നിശ്ചയമായും അവൻ തൻ്റെ അടിയാറുകളെ സംബന്ധിച്ച് സസൂക്ഷ്മം അറിയുന്നവനും കാണുന്നവനുമാകുന്നു. ഭൗതിക വിഭവങ്ങൾ നൽകുന്നത് കുറഞ്ഞതാക്കുന്നതും അമിതമാക്കുന്നതും അവൻ്റെ ഇച്ഛക്കനുസരിച്ചാണ്. എല്ലാവരും ഒരുപോലെയായാൽ പരസ്പര ബന്ധം കുറയും. ഏറ്റപ്പറ്റ് വേണം. തൊഴിലാളികൾക്ക് മുതലാളിയെ വേണം, മുതലാളിക്ക് തൊഴിലാളിയെയും വേണം.